ഒരു 150 കിലോ ഈ ഇട കൊടുത്തു. എന്ത് അതെടുത്തില്ല. എനിക്കൊന്നും വേണ്ട. അല്ല ഇവിടെ എനിക്ക് വേണ്ട, പള്ളിയിൽ എനിക്ക് വേണ്ട. ചക്കവരട്ടിയത് ഞാനെനിക്ക് ഷുഗറാണ്. ഷുഗറിന് എന്നാലും വേണമെന്ന് നിർബന്ധമില്ല. അവരെയൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ആ അതെ, അതൊക്കെ വേറെ കാര്യം. ചിരിക്കണം അല്ലേ? ശരി, നമ്മളെല്ലാരും കൂടി ഇട്ടോ. ഞാനൊന്നും വേണ്ട. അതെ, ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ. എന്നെ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വന്ന വിസിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റൂമാണല്ലോ. അയ്യോ, നാറയുണ്ട്, നിലവറയുണ്ട്. ഇവിടെ കിടക്കാറുണ്ട് ആൾക്കാര്. പിന്നെ ഇവിടെയാ ഞങ്ങള് കിടക്കുന്നത്. പിന്നെ ഇവിടെ അറ, അതിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് അല്ലേ? ഇതില് നിലവറ. നിങ്ങൾ കുടപ്പലാപ്പള്ളി പോയിട്ടില്ലേ? മനസ്സിലായി. രാജന്റെ സ്ഥലത്ത് കണ്ടിട്ടില്ലേ? അല്ല, നിലവറ കണ്ടിട്ടില്ല. ഇതുവഴി അങ്ങോട്ട് നോക്കുമ്പോ നമ്മൾ അവിടെ കാണാം. ഇതുവഴിയേ ആ കിളിവാതിലിൽ കൂടെ നോക്കുമ്പോ അതെ, എല്ലാരും ഇവിടെ വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോകും. ഇതുവഴിയേ അവിടെ കണ്ടോ കിളിവാതില്? അത് നടുമിറ്റൊക്കെ കാണാം. പോകുമ്പോ നോക്കുമ്പോ വന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നു സത്യം. അല്ല, ഞാൻ എന്തായാലും വിചാരിച്ച 2 പ്രാവശ്യം നമ്മൾ കണ്ടു. ഇനി പോകുമ്പോ എന്തായാലും പോണം. ഇനിയിപ്പോ വിശേഷം ചില സമയം വരും. അന്നേരം പിന്നെ കുട്ടികൾ വന്നാലേ കുട്ടികളെയൊക്കെ പുതിയ ഇതാകുമ്പോ എല്ലാരും കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി എന്നിട്ട് പോവാം. എല്ലാരും കൂടെ എടുക്കണം. ഇത് വേറെ വേറെ ഒരു അല്ല, ആ ചാരു അറിയണം. നിങ്ങൾ വന്ന കാര്യം ഇപ്പൊ അറിഞ്ഞിരിക്കണു. ഇത് ആരെടുത്തെന്ന് അവൾക്ക് ഫോട്ടോ കണ്ട അറിയും. പിന്നെന്താ, ഇത് വേറൊരു ഇത് പണ്ട് വടക്കേതായിരുന്നു കേട്ടോ. അത് ബെഡ്റൂം ആയി ഇപ്പൊ. കുട്ടികളൊക്കെ വിഷ കിടക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ
എന്നാ പോവാ. ഫോട്ടോ എടുക്കാം. വേണ്ട പേരസി, എന്തത്? എന്നാ അങ്ങോട്ട് വരുമോ? ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്നാ മതി. ഇവിടെ ഇരിക്കൂ. ആരാ ഫോട്ടോ എടുക്ക? ആദ്യം ഒരെണ്ണം ഉണ്ണേട്ടെടുക്കാം, പിന്നെ ഞാൻ എടുക്കാം. വെള്ളം ദേ ഇത് കിളികളുള്ളതാണ്. അത് നല്ലത്, അത് നല്ലത്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണേക്കാളും നല്ല ഇവിടെ നിൽക്കണം. അതൊന്നും വേണ്ട. പിന്നെയും 10 മിനിറ്റ് വേഗം. നാരങ്ങയുള്ള എടുക്കണം. ഒന്നും വേണ്ട, പിന്നെയും 10 മിനിറ്റ് വേഗം. നമ്മുടെ അടുത്ത് സമയമില്ല, അതല്ല. ഇതാണ്. ഇനി അതിലെടുത്തോളൂ. അല്ല അതിലും ഞാൻ ഇതിലെടുക്കാം. അതില അതിലെടുത്തോ, അതിലെടുത്തോ. ഓക്കെ, ശരി, അടച്ചോളൂ. അല്ല, ആ പത്തക്കൾ വാഴ ഇപ്പൊ വരികയില്ലേ? അല്ല ചിലപ്പോ ഞങ്ങൾ മറന്നു. ഒരു ദിവസം ഈ പണിക്കാരനുണ്ടായിരുന്നു. പണിക്കാരൻ പറയുക, തമ്പുരാനും തമ്പുരാട്ടിയും കൂടെ പോയി. ഞാൻ ഇവിടെ നോക്കുമ്പോ അതില് പുറകിലത്തെ തുറന്ന് ഞാൻ എപ്പോഴും ധൃതി വെച്ചിറങ്ങുമ്പോഴേ, ഓഫീസിൽ പോകാനായിട്ട് ധൃതി വെച്ചിറങ്ങുമ്പോഴത്തേക്കും ഞാനത് മറന്നുപോയി അടയ്ക്കാൻ. നിങ്ങൾ പിന്നെ അവിടെ അന്നേരം ആറും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും. അത് ഏതായാലും ഇവിടെ വന്ന് ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. എല്ലാരും ഈ പ്രകൃതി 11 മണിക്ക് ഇല വെക്കും. എനിക്ക് പോണം, എനിക്ക് എറണാകുളത്ത് എത്തണം, അതുകൊണ്ടാണ്. എറണാകുളത്ത് 3 മണിക്ക് എത്താം. ആ, അത് ഞാൻ ഏറ്റു. എത്ര ദൂരം ഉണ്ട് ആറിലേക്ക്? ഈ ഇവിടെ ചെരുപ്പിട്ടോളൂ. ഈ ചെരുപ്പ് ഏതിലിട്ടോളൂ. ഈ ചെരുപ്പ് ഏതെങ്കിലും ദേ ഇതൊക്കെ ഇടാം. കണ്ടതേ ചാരുവിന്റെ തന്നെ ചെരുപ്പുണ്ട് ഇവിടെ. നിങ്ങളൊക്കെ എടുത്തിട്ടില്ലേ? ആരും എടുത്തിട്ടില്ല. ഇത് ചാരുവിന്റെ അന്നേരം പിന്നെ വലിപ്പം ഏതെങ്കിലും ഇട്ടോളൂ അമ്മ. ഏതെങ്കിലും മതി. കല്ലുള്ളത് കാരണം ഇപ്പൊ ഞങ്ങൾ ചെരുപ്പിടാനേ പോയിരുന്നു സ്കൂളിലേക്ക്. സ്കൂളിലേ ഗമയാവുന്ന ചെരുപ്പിട്ട കമേ. അങ്ങനെയാണ് ചെരുപ്പിടുക എന്നൊക്കെ പറഞ്ഞ് കൊട പിടിക്കുക. ചെരുപ്പിട്ടു കണ്ണട വെച്ചെന്നൊക്കെ പറയാൻ വേണ്ടി ഗമക്കാരായി. ചെരുപ്പിടാതെ നടന്നേരം എനിക്കിപ്പോൾ എത്ര നടന്നു സ്കൂളിലേക്ക് നടക്കും. ഈ ആറേതാ? മീനച്ചിലാറല്ലേ? ഇവിടെ വന്നാല് ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്. കുട്ടികൾ വന്നു കഴിയുമ്പോ അത് എടുത്തിടും. ചാരു വന്നല്ലേ? ബോട്ടെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് കയറാനേ വെള്ളം ഉണ്ടായിരുന്നു പണ്ട്. വഴുക്കരുതട്ടോ. 1 കിലോമീറ്റർ ഉണ്ടോ? അതല്ലേ 1 കിലോമീറ്റർ. എന്താ അവിടെ ഒരാൾ വന്നില്ലല്ലോ. ചന്ദ്രേട്ടന്റെ എന്താ വലിയ ഫ്രണ്ട്. വഴുക്കി വീഴരുതട്ടോ പേരസി. കൊക്ക ഉണ്ടായിരുന്നു. ഇവിടെ തെന്നുകയൊന്നും ഇല്ല, ചവറുണ്ടെന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇതിങ്ങനെ ഇങ്ങനെ പിന്നെ പുറമേയുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്നും ഞങ്ങൾ പോകാറില്ല. അവിടെ ഉണ്ട് കുറേ പിന്നെ ഞങ്ങൾ പോകും. അത് കണ്ടോ, ആ പാലം കണ്ടോ? അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട്. അത് കണ്ടു. ആ, അത് മെയിൻ റോഡാ. മെയിൻ റോഡാ അത്. ഓ, ഇവിടെയൊക്കെ കെട്ടി വെച്ചു, അല്ലെങ്കിൽ സംഭവം മണ്ണിടിഞ്ഞു പോകും. ഇത് പണ്ടേ കിട്ടിയ പിന്നെ ഇടയ്ക്ക് ഇടിഞ്ഞതാ അവിടെ കാട്. അതെ, ഇവിടെ ഇറങ്ങാൻ കണ്ടോ, അതാ ആറ്. ആ കണ്ടു, മനസ്സിലായി. എങ്ങനെ ഇവിടെ ഇറങ്ങി കുളിക്കണത്? ഇങ്ങനെ അങ്ങോട്ട് കടവുണ്ട്. പ്രളയം വന്നപ്പോഴാ ഈ കടവ് ഇത്രയും മോശമായത്. നല്ല നല്ല കടവായിരുന്നു അത്. ഓ, അത് വെള്ളം കയറും അങ്ങോട്ട്?
ആ കടവുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ഭയങ്കര മഴ പെയ്യാതല്ല ഇവിടെ ഒന്നും വെള്ളം പൊങ്ങില്ല ശരിക്കും. ഇവിടെ കയറുകയല്ല. ആ പ്രളയകാലത്ത് പൊങ്ങി. പ്രളയകാലത്തും വീട്ടിലാറൊന്നും വെള്ളം പൊങ്ങുന്ന കേട്ടിട്ട് തന്നെ ഇല്ല. പ്രളയകാലത്ത് നമ്മുടെ കോട്ടയത്തെ പെര കണ്ടിട്ടില്ല. ആ അവിടെ വേളി കഴിഞ്ഞ് ആ ആ ഓ ഓ അവിടെ പ്രളയകാലത്ത് അത് കഴിഞ്ഞ് അതുകൊണ്ടല്ലേ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അന്ന് ആ സമയത്ത് ഇവിടെ റോഡിൽ ആ ഭാഗത്തൊക്കെ വെയിലൊന്നും വരികയില്ല അല്ലേ? മരല്ലേ. ആ അതാ പറഞ്ഞ വെയിൽ വരിക. ജാതി ഈ പറമ്പ് മുഴുവൻ ഇങ്ങനെ ഒരൊറ്റ നടക്കുക. ഇനി ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാ പിന്നെ ഒരു നമ്മൾ എന്തിനാ അവിടെ പിറന്നാക്കാൻ അതാ ഞാൻ പറയണത്. ഇവിടെ സർപ്പക്കാവ് സർപ്പക്കാവാണ്. അവിടെ എല്ലാ കന്നിയും മീനും ഇതുണ്ട്. പിന്നെ അവിടെയുണ്ട് സർപ്പക്കാവ് അപ്പുറത്ത്. 2 പ്രാവശ്യം ഉണ്ടല്ലേ? കന്നിയും മീനും. ആ സാധാരണ 1 പ്രാവശ്യമല്ലേ കൊടുക്കലുള്ളൂ? അല്ല 2 പ്രാവശ്യം. 2 പ്രാവശ്യം ഉണ്ടോ? കന്നിയും മീനും ഇവിടെ അവിടെ കണ്ടൊക്കെ അവിടെ അതാ അല്ല അവിടെയൊക്കെ കന്നിമാസത്തിൽ മാത്രമേ ഉള്ളേ. തുറവൂര് മേടമാസത്തിലാണ്. 100-150 കിലോ ഇത് കഴിഞ്ഞ വർഷം പോയി. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഈ സമയം ജാതിക്കേ. ജാതി ഇപ്പൊ പിന്നെ തീരാറായി. എന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. 1 കിലോ എന്താ വില? 1 കിലോ 300 രൂപ. കായ്ക്ക് പത്തരയ്ക്ക് 1800, 2000 അങ്ങനെ. അപ്പൊ എത്ര കിലോ വിറ്റെന്ന് പറഞ്ഞു? 10 കിലോ പോയി. അല്ല ഈ വർഷം ഒരു 150 കിലോ വിറ്റിട്ടുള്ളൂ. ബാക്കി വിറ്റിട്ടില്ല. ബാക്കി കുറച്ച് അല്ല ചോദിച്ചത് മാത്രം. നോക്കാം അങ്ങനെയൊന്നുമല്ലേ? ആരാ വെച്ചത്? അത് ചേട്ടനും ഉല്ലാസിനും ഒക്കെ ഈ കൃഷി കാര്യത്തില് ഓ അച്ഛൻ്റെ മോനെ എന്താണ് പുറകെ നടന്നു. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടാക്കണം. എന്താ ഏതായാലും ഇത്രയും വന്നപ്പം നമ്മൾ അതെന്താ? പണ്ട് അപ്പന്മാര് താമസിക്കാനായിട്ടൊരു ഇത് ഇവിടുന്ന് കണ്ടാ മതി. ഇത് നോക്കാം. ആറ്റിലേക്ക് മറ്റേ അദ്ദേഹം വന്നില്ലല്ലോ, ചന്ദ്രേട്ടൻ്റെ കൂട്ടുകാരന്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഉണ്ണി എന്തിനാണെന്നോ വെള്ളം തെറിക്കാതെയാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ സമയം 11:30 ഇതിന് സാധാരണ വിലയല്ലേ ഉള്ളൂ? മതി. ഇത്രയല്ലേ ഉള്ളൂ? അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് താമസിക്കണമെങ്കിൽ ഇത് കണ്ടോ. ഓ അത് ശരി. അതാണ് ആ അത് കുഴപ്പമില്ല. അത് ഇത് കണ്ടോ. ഇവിടുന്ന് അപ്പുറത്തുണ്ട്. അല്ലേ, ഒരു വീട് കേറുമ്പോഴതിന്റെ ആ തണുപ്പ് എന്തൊരു AC ഇട്ട പോലെയായിരുന്നു. അതെ മരല്ലേ, മരത്തിൻ്റെതല്ലേ. ഇത് കയറുമ്പോൾ അവർ വീണ് കഴിഞ്ഞാലേ പ്രശ്നം. പിന്നെ നമ്മള് ഇതേ മഴ പെയ്യുമ്പോ എറിച്ചില് വരും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ. ഇനി 10:45 11 മണിക്ക് അവരെ ആലോചിക്കും. വയ്ക്കില്ലെന്ന് പറഞ്ഞാട്ടി 11 മണിക്ക് നില വയ്ക്കില്ലെന്ന്. ഇല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് വയ്ക്കില്ല. അവിടെ മൂത്രമൊക്കെ ഉണ്ടാ ഒരു പൗണ്ട് വരും. ഇനി അവിടുന്ന് ജനൽ തുറക്കം ചെയ്യും അവർ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോവാ